നമസ്കാരം കൂട്ടുകാരെ, വരാനിരിക്കുന്ന പരീക്ഷകളെ നേരിടാൻ തയ്യാറെടുക്കുന്നവർക്കായിട്ടാണ് നമ്മുടെ പുതിയ പഠനയാത്ര. ഇതൊരു സാധാരണ പഠനം മാത്രമല്ല കേട്ടോ. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ട കൃത്യമായ അറിവുകൾ നേടിയെടുക്കാനുള്ള ഒരു ഇതിഹാസയാത്രയാണിത്. ഓരോ പുതിയ അറിവും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചവിട്ടുപടിയാണ്. അപ്പോ തുടങ്ങുകയല്ലേ? നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കാം. ആദ്യം നമ്മുടെ സ്വന്തം നാടായ കേരളം, പിന്നെ ഇന്ത്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും, ശേഷം നമ്മുടെ ഭരണഘടന, പിന്നെ ശാസ്ത്രം, അവസാനം ലോകവിവരങ്ങളും കായികരംഗവും. അപ്പോൾ നേരെ യാത്രയിലേക്ക് കടക്കാം. ഭാഗം 1. കേരളം, നമ്മുടെ നാട്. ഏത് വലിയ യാത്രയും തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം മുറ്റത്തുനിന്ന് തന്നെയാണല്ലോ. യാത്രയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഓർമ്മയെ ഒന്ന് ഉണർത്താൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. കേരള സിംഹം എന്നറിയപ്പെടുന്നതാരാണ്? PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഓർമ്മ വരുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആ വലിയ സാമ്രാജ്യത്തോട് നമ്മുടെ കാടുകൾക്കുള്ളിൽ നിന്ന് പൊരുതിയ അദ്ദേഹത്തിന്റെ ധീരത, അതൊരു ഐതിഹാസികമായ ചരിത്രമാണ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്ന്. ഇനി നമ്മുടെ നദികളുടെ കാര്യമെടുത്താലോ? അവിടെയുമുണ്ട് വലിയൊരു കൗതുകം. 244 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ഒരു വശത്ത്, മറുവശത്തോ വെറും 16 കിലോമീറ്റർ മാത്രം നീളമുള്ള ഏറ്റവും ചെറിയ വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരം പുഴ. ഈയൊരു വലിയ വ്യത്യാസം മനസ്സിൽ വെച്ചാൽ പെട്ടെന്ന് ഓർത്തെടുക്കാം. ഭൂമിശാസ്ത്രപരമായ ഈ വൈവിധ്യം കാടുകളുടെ കാര്യത്തിലും ഉണ്ട്. ഒട്ടും റെയിൽവേ ലൈനുകളില്ലാത്ത ചെറുതോണി അണക്കെട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്. എന്നാൽ അവിടെ നിന്ന് കായലുകളുടെ നാടായ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെയാണ് വനപ്രദേശം ഏറ്റവും കുറവുള്ളത്. ആ ഒരു മാറ്റം ശ്രദ്ധിച്ചില്ലേ? ഇനി ചരിത്രത്തിന്റെ താളുകളൊന്ന് വേഗത്തിൽ മറച്ചു നോക്കാം. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ ചില നിർണായക വർഷങ്ങളുണ്ട്. 1721 ആറ്റിങ്ങൽ കലാപത്തിൽ തുടങ്ങി 1809 വേലുത്തമ്പി ദളവ നടത്തിയ കുണ്ടറ വിളംബരം കടന്ന് 1936 ശ്രീ ചിത്തിര തിരുനാളിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലെത്തി നിൽക്കുന്ന ഈ ചരിത്രരേഖ പരീക്ഷകളിലെ സ്ഥിരം ചോദ്യങ്ങളാണ് കേട്ടോ. ഭാഗം 2. ഇന്ത്യ, ചരിത്രവും ഭൂമിയും. നമ്മുടെ അന്വേഷണം ഇപ്പോൾ കുറച്ചുകൂടി വിഷാദമായ നമ്മുടെ മഹാരാജ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യസമരം എങ്ങനെയാണ് പടിപടിയായി മുന്നോട്ടു പോയതെന്ന് ഈ വർഷങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം, പിന്നെ 1917 ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം, 1919 നടക്കുന്ന ജാലിയൻ വാലാബാഗ് സംഭവം, ഒടുവിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഈ കൃത്യമായ ഓർഡർ മനസ്സിൽ വെച്ചാൽ ഒരു സംഭവവും നമ്മൾ മറക്കില്ല. ഇനി നമ്മൾ ഓർത്തുവെക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ചരിത്രപുരുഷന്മാർക്ക് ലഭിച്ച വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ വാനമ്പാടിയും ആദ്യത്തെ വനിതാ ഗവർണറുമായ സരോജിനി നായിഡു, ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ഗാന്ധിജി. ഈ പേരുകൾ എക്കാലവും പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിപ്പവും വൈവിധ്യവും മനസ്സിലാക്കാൻ ഇങ്ങനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ കേറ്റുവിലെ കൊടും തണുപ്പുള്ള പ്രദേശവും അതുപോലെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടും തമ്മിലുള്ള ഒരു ഭീകരമായ വ്യത്യാസം. എത്ര വലുതാണല്ലേ നമ്മുടെ രാജ്യം? ഭാഗം 3. ഭരണഘടന, നമ്മുടെ നിയമം. ഏതൊരു വലിയ രാജ്യത്തിനും കൃത്യമായ നിയമങ്ങൾ വേണമല്ലോ. ഡോക്ടർ BR അംബേദ്കറെ പോലുള്ള ദീർഘവീക്ഷണമുള്ളവർ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഭരണഘടനയിലേക്ക് ഒന്ന് കടക്കാം. ഈ ഒരു നമ്പർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഉറപ്പിച്ചോളും. 550. ഇത് ലോക്സഭയിൽ അനുവദനീയമായ പരമാവധി അംഗങ്ങളുടെ എണ്ണമാണ്. പരീക്ഷകളിൽ വളരെ എളുപ്പമൊരു മാർക്ക് നേടാൻ കഴിയുന്നൊരു നമ്പറാണിത്. പ്രധാനപ്പെട്ട സംഖ്യകളെക്കുറിച്ച് പറയുമ്പോൾ 22 എന്ന സംഖ്യയും നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ കൃത്യമായ എണ്ണമാണിത്. ഭരണഘടനയെ എളുപ്പത്തിൽ ഡീകോഡ് ചെയ്യാൻ ഈ പ്രധാനപ്പെട്ട ഭേദഗതികൾ നിങ്ങളെ സഹായിക്കും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി, സ്വത്തവകാശം എടുത്തുകളഞ്ഞ 44ാം ഭേദഗതി, പിന്നെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച 61ാം ഭേദഗതി, അതുപോലെ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32. ഇതെല്ലാം എപ്പോഴും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കണം. ഭാഗം 4. ശാസ്ത്രം, ജീവനും പ്രപഞ്ചവും. മനുഷ്യചരിത്രമൊക്കെ വിട്ട് ശരീരത്തിന്റെ ഉള്ളറകളിലേക്കും
ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്കുമാണ് ഇനി നമ്മുടെ യാത്ര. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യൻ, ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധൻ, പിന്നെ നമ്മുടെ ചുവന്ന ഗ്രഹമായ ചൊവ്വ, അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജൻ എന്ന മൂലകം. ഇവയെല്ലാം ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തന്നെ നമുക്ക് ഓർമ്മിക്കാം. തിരികെ നമ്മളിലേക്ക് തന്നെ വന്നാലോ? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന വിവരങ്ങൾ അറിയണം. ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരൾ, ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ അഥവാ തുടയെല്ല്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ, സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിറ്റാമിൻ ഡി. ഈ അത്യാവശ്യ വിവരങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. കാര്യങ്ങൾ പരസ്പരം താരതമ്യം ചെയ്തു പഠിക്കുന്നത് ഓർമ്മ കൂട്ടാൻ വളരെ നല്ലൊരു ട്രിക്കാണ്. നോക്കൂ, ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിദത്ത പദാർത്ഥമായ വജ്രവും സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേയൊരു ലോഹമായ പാദരസവും, ഇവ രണ്ടും ഒരേ സമയം മനസ്സിൽ സങ്കൽപ്പിക്കുക. ഈ ഫാക്ട്സ് നിങ്ങളിനി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. 5-ാം ഭാഗം പൊതുവിജ്ഞാനവും കായിക ലോകവും. നമ്മുടെ ഈ പഠനയാത്രയുടെ അവസാന അധ്യായത്തിൽ കായികവേദിയിലെയും മറ്റും വലിയ ആഗോള നേട്ടങ്ങളെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ കായിക രംഗത്തെ ഇതിഹാസങ്ങളെ നമുക്കൊന്നോർക്കാം. ഭാരതരത്നം നേടിയ ആദ്യത്തെ കായിക താരമായ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ, ഉയർന്ന കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, ഇന്ത്യയുടെ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ്, പിന്നെ നമ്മുടെ ദേശീയ കായിക വിനോദമായ ഹോക്കി. ഈ നേട്ടങ്ങളും പേരുകളും എപ്പോഴും ഒന്നിച്ചു ചേർത്ത് പഠിക്കുക. ഇതുകൂടാതെ ചില ആഗോള സംഭവങ്ങളും ദിനങ്ങളും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 1945-ൽ ഐക്യരാഷ്ട്രസംഘടനയുടെ രൂപീകരണം, 1979-ൽ മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചത്, ജൂൺ 5-ലെ ലോക പരിസ്ഥിതി ദിനം, ജൂൺ 21-ലെ അന്താരാഷ്ട്ര യോഗാ ദിനം. ഇതൊക്കെ എങ്ങനെ കാലഗണനാക്രമത്തിൽ ഓർമ്മിക്കുന്നത് പരീക്ഷാ ഹാളിൽ വെച്ച് ആ ടെൻഷനിൽ തീയതികൾ മാറിപ്പോകാതിരിക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചതുപോലെ, ഈ വിജ്ഞാനയാത്രയിലൂടെ ലഭിക്കാൻ പോകുന്ന വിജയം നിങ്ങളുടെ സ്വന്തം അവകാശമാണെന്ന് നിങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമെന്ന് എപ്പോഴും ഓർക്കുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ സ്വന്തം നാടിന്റെയും രാജ്യത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെയും ഒരുപാട് അറിവുകളാണ് നിങ്ങളിപ്പോൾ അൺലോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഈ വലിയ യാത്രയിൽ ഇനി ഏത് മേഖലയാണ് നിങ്ങൾ കീഴടക്കാൻ പോകുന്നത്? പഠനം കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരുക. വിജയം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അടുത്ത പറവെ വീണ്ടും കാണാം.